Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. ഞാൻ 2 ആഴ്ച അവിടെ നിന്ന് പുറത്തായിരിക്കുന്നു ഗൈസ്. പക്ഷെ എൻ്റെ ഒരു വിശ്വാസത്തിൽ 2 ആഴ്ച ഞാൻ നന്നായി ഗെയിം കളിച്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് മൊത്തം എന്റർടൈൻമെന്റ് പിടിക്കണം എന്നായിരുന്നു. കാരണം മൊത്തത്തിൽ അടി ഇടി ബഹളം അല്ലാതെ നമ്മളെല്ലാവരും ഒന്ന് ചിരിപ്പിച്ച് ഫണ്ണാക്കി എന്റർടൈൻ ആക്കി ഒരു ഫൺ ഗെയിം സ്പിരിറ്റോടെ കൊണ്ടുപോകണം എന്നായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ 2 ആഴ്ച ഞാനെന്നെ വീണ്ടും പൊതിഞ്ഞെല്ലാവരും ഇതല്ലേ നമ്മുടെ തമ്പുരാട്ടി സുന്ദരി ആരാ ബിഗ് ബോസിലെ. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനും പോന്നപ്പോ എന്നെയും കൂടെ വിളിച്ചോണ്ട് പോകുന്നത്. ഞാൻ 2 ആഴ്ച അവിടെ നിന്ന് പുറത്തായിരിക്കുന്നു ഗൈസ്. പൂജ ഇതിനകത്ത് ബിഗ് ബോസിലേക്ക് എൻട്രി ആവുന്ന സമയത്ത് ആൾക്കാർ ചെയ്തതിന് എൻട്രി കഴിഞ്ഞതിന് ശേഷം ഫൈനൽ 5 ഉണ്ടാവും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പ്രേക്ഷക നിലയിൽ ഞങ്ങളും എല്ലാവരും പ്രതീക്ഷയാണ്. എങ്ങനെയുണ്ട് ഈ പെട്ടെന്നൊരു പുറത്താവല്ലേ? അത് പ്രെഡിക്റ്റ് ചെയ്യാൻ എനിക്ക് നമ്മൾ വിചാരിച്ചില്ലല്ലോ. ഓൾറെഡി ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ പെട്ടെന്ന് ആ ടാസ്ക് എടുത്ത് ചെയ്തതിൻ്റെ ഹെക്ടിക് പരിപാടി കൈകൊണ്ട് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും പോയി. അപ്പോൾ പിന്നെ നമുക്കത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻ്റെ ഒരു വിശ്വാസത്തിൽ 2 ആഴ്ച ഞാൻ നന്നായി ഗെയിം കളിച്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് കുറേ പേര് ചോദിച്ചു എങ്ങനെയുണ്ട്, ഹെൽത്ത് എങ്ങനെയുണ്ട്, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്, സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ വീണ്ടും നിങ്ങളെപ്പോലെ വർക്ക് ചെയ്യാൻ ഞാൻ ഇനി വരാൻ പോണത്. എനിക്ക് ഡിസ്കിന് കംപ്ലൈൻറ്റ്. അപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്തു, നെർവിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമായി. അപ്പോൾ എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ സീനുകൾ. ഇപ്പോഴും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അടിപൊളിയായിരുന്നു, അടിപൊളി. ഞാൻ എൻജോയ് ചെയ്യായിരുന്നു മൊത്തത്തിൽ. പിന്നെ സിബിൻ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൂടെ ഒരു ഫുൾ ഫണ്ണായിരുന്നു ഭയങ്കര. ഇല്ല, ഞാനത് ഈ ഇടയിലാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു 5 days ആയിട്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അറിയില്ല, നമ്മള് ഉള്ള സമയത്തല്ല, ഞാൻ അവിടുന്ന് അപ്പളേക്ക് ഇറങ്ങിയില്ലേ. പിന്നെ ആൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ഇപ്പൊ നേരിട്ട് ഇനിയിപ്പോ വരുന്നുണ്ടാവുമായിരിക്കും, അപ്പൊ സംസാരിക്കാം. പൂജ ബിഗ് ബോസിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവരും കളികൾ എല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ കളികൾ മാറി എന്ന് ആൾക്കാർ വെച്ചാൽ ടോപ്പിലേക്ക് പോയി, ടോപ്പ് ഗിയറിലേക്ക് നമ്മുടെ ബിഗ് ബോസ് മാറി എന്ന് നിങ്ങളുടെ വൈൽഡ് കാർഡിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ പോയതിനു ശേഷം അവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എന്നാലും കുറച്ച് മാറ്റം. അതായത് അവരും നല്ല പ്ലേയേഴ്സ്, അവർക്കും ഇപ്പൊ എന്തായാലും ഷോ ഡൗൺ ആയി പോകുന്നൊന്നുമില്ല. അവരും നന്നായി കയറി കളിച്ച് വരുമൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. പ്ലീസ് നമ്മുടെ ജാസ്മിൻ ഗബ്രി വിഷയം. അതെ അതെ അതെ. അല്ല, എനിക്ക് മൊത്തം എന്റർടൈൻമെന്റ് പിടിക്കണം എന്നായിരുന്നു. കാരണം മൊത്തത്തിൽ അടി ഇടി ബഹളം അല്ലാതെ നമ്മളെല്ലാവരും ഒന്ന് ചിരിപ്പിച്ച് ഫണ്ണാക്കി എന്റർടൈൻ ആക്കി ഒരു ഫൺ ഗെയിം സ്പിരിറ്റോടെ കൊണ്ടുപോകണം എന്നായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ 2 ആഴ്ച. ഈ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടില്ല, കപ്പടിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ചിലപ്പോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ, അതെല്ലാരും പറയുന്നുണ്ട്. മേ ബി ആയിരിക്കാം, ആവാതിരിക്കാൻ പറയാം. ഇത് നമുക്ക് സംഭവിക്കും നമ്മൾ വിചാരിച്ചില്ലല്ലോ. അതൊന്നും എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ അത് ഓരോരുത്തരെ ഇപ്പോ അവിടെ വരുന്നു, ഓരോരുത്തർക്ക് പല ഇഷ്ടങ്ങൾ തോന്നും, പല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യും. അതെന്താണ് ഏതാണെന്ന് അവർക്കെല്ലാം അറിയുള്ളൂ. നമുക്കത് വിലയിരുത്താൻ നമ്മളാരുമല്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കാണുന്നതെല്ലാമാണ് നമ്മളും അവിടെ ഇരുന്ന് കാണുന്നത്. അത്ര ഒന്നുമില്ല. അപ്പൊ ഞാൻ പിന്നെ സംസാരിക്കാൻ സത്യമായിട്ട് എനിക്ക് കാല് പറ്റുള്ള. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു. ജാനുവിനെ പൊതിഞ്ഞെല്ലാരും. ആണോ? ജാനുവിനെ വീണ്ടും പൊതിഞ്ഞെല്ലാവരും. ജാനുവിന്റെ ഭംഗി കണ്ടിട്ട്. ഇതല്ലേ നമ്മുടെ തമ്പുരാട്ടി സുന്ദരി ആരാ ബിഗ് ബോസിലെ. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഇത് അവിടെ അങ്ങനെ ഒന്നല്ലായിരുന്നു. നാട്ടക റാണി. കുഴപ്പമില്ല, കുറെ നേരം നിൽക്കാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും. ഞാൻ ഇല്ല, പക്ഷെ നമ്മള് ഫിനാലേക്ക് പോവല്ലോ, നമ്മൾ അടിച്ചു കളിക്കാൻ പോകും. ജാൻമണിക്ക് ചിന്നുവിനെ മാത്രമല്ല മിസ്സിങ്. ശരി, അപ്പൊ ഇനി ഞാൻ ജാൻമണി ഞാൻ സിബിനും ഋഷി അതൊക്കെ ആയിരിക്കും. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനും പോന്നപ്പോ എന്നെയും കൂടെ വിളിച്ചോണ്ട് പോകുന്നത്. ഞാൻ സിബിനും ഋഷി അതൊക്കെ ആയിരിക്കും. പിന്നെ 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 ഞാൻ
എല്ലാവർക്കും താങ്ക് യു. പൂജക്ക് വരെ അനിയത്തി പോന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. എങ്ങനെയല്ല അനിയത്തി പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ലേ? നല്ലതായിരിക്കില്ല അനിയത്തി പോയാ. പിന്നെ ഡ്രസ്സിൽ നടക്കുന്നത് എന്റെ താഴെ അണ്ടർസ്കാർഡ് ഉണ്ടോ അതൊക്കെ വൈറലാക്കി ഞാൻ പറഞ്ഞു നോക്കി താഴെ എനിക്ക് അണ്ടർസ്കാർഡ് ഉണ്ടോ ഈ സംഭാഷണത്തിൽ കണ്ടോ. പക്ഷെ ജാൻമണി പൂജനെ കാണാൻ വന്നതല്ലേ ഭയങ്കര, നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് നമുക്ക് മനസ്സിലായി. അതെ ഹലോ അങ്ങോട്ട് പോകണോ വണ്ടി ഓക്കെ ഓക്കെ താങ്ക് യു. കാർഡ് ഉണ്ടോ കാർഡ് അവിടെ ഉണ്ടോ ഇതാ ഉണ്ടോ ഇതന്നെ സജീവായിട്ട് കൂടെ വന്ന് അവിടെ ഓടണോ ഉണ്ടോ ആ ടാക്സി ആ എന്നാണ് എവിടെ പോ അല്ല അല്ല ഈ ബാഗ് അവിടെ കൊണ്ടുപോയോ ഈ ബാഗ് നമുക്ക് വേണം. അല്ല അത് ആ കാർഡിലേക്ക് കൊടുക്കണം മതി ആ കാർഡിൽ നമുക്ക് ഫോളോ ചെയ്യാം എന്നാ പറയാം ആ ഡ്രൈവർക്ക് പറഞ്ഞിട്ട് പറയാം ബാഗ് കൊണ്ടുപോകാം കാണണം. ആണോ? കാണാം. ഞാൻ ഇവിടെ ആങ്കറിംഗ് ഒക്കെ അല്ലടാ, ഞാൻ എവിടെ പോണേ? അല്ല ഇനിയിപ്പോ തിരക്കാവോന്നൊരു പേടി ഉണ്ടല്ലോ. 2 ആഴ്ച ഞാൻ പോയിട്ട് തിരക്ക്. ഇപ്പം തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നു. സന്തോഷം. ശരി, താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് എനിക്ക് ചോദിക്കാറുള്ളത് എൻ്റെ ചേച്ചിയും ജാനുവും തമ്മിൽ ഭയങ്കര കണക്ഷൻ ആയിരുന്നു അല്ലേ? ആ ഒരു ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് എന്താ പറയുക? പൂജ സ്വീറ്റ് ഹാർട്ട് ലവ് യു പൂജ പൂജ എൻ്റെ മോർ ദൻ like sister, she is like my daughter and like that bonding and പൂജ നോ എനിക്ക് എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം രഞ്ജിനി ചേച്ചി പോലെ എനിക്ക് പറഞ്ഞു ഒരു പൂജ വന്നിട്ടാണ് ജാനു സേവിച്ചാൽ സോ പറയാൻ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല പക്ഷേ ഒരു she is very sweetheart very innocent girl so that is the reason might be I really like her. അതെ, പിന്നെ എനിക്ക് ഏറ്റവും മനസ്സിലായത് എന്താണെന്നറിയോ, ജാനു ഇറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഞാൻ ജാനുവിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജാനുവിൻ്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ എന്ന് പറഞ്ഞപ്പോഴത്തേനും ജാനു പിറ്റേ ദിവസം തന്നെ ഓടി ഞാൻ ഒറ്റയ്ക്കാണ് വന്ന് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഓടി വന്നു എൻ്റെ അടുത്തേക്ക്. വേറെ ഒന്ന് ലൈക്ക് ഒരു ആൾക്കാരെ കാണാൻ മീഡിയ കാണാനോ ഒന്നിനോ നിൽക്കാതെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അതെന്താ അങ്ങനെ വന്നേ? സിസ്റ്റർ വേണ്ടേ എപ്പോഴും നമ്മൾ എത്ര വലിയ പൊസിഷനിൽ എത്തി കാര്യത്തിലും നമ്മൾ ഒന്നും ഇല്ലാത്തതും ആ ഹ്യൂമനിറ്റി നമ്മൾ ആ ലവ് ആ റെസ്പെക്റ്റ് ആ സ്നേഹം നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകണം. കാരണം നാളെ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ 4 ആൾക്കാർ വേണ്ടേ കൊണ്ടുപോകണ വേണ്ടി സോ ആ സ്നേഹം എപ്പോഴും ഉണ്ടാവും. അതെ, എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ ഒരു അടിപൊളി ഗസ്റ്റിനെ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു ജാനു. ഇനി നമുക്ക് ഓക്കെ ലവ് യു അപ്പോൾ ബൈ ബൈ ബൈ. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ. ACCA CMA CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.